ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയിൽ സംസ്ഥാനത്തെ ആശുപത്രികൾക്ക് കിട്ടാനുള്ളത് കോടികളുടെ കുടിശ്ശിക. സംസ്ഥാന വിഹിതമാണ് ലഭിക്കാനുള്ളത്. കഴിഞ്ഞ മാർച്ച് വരെ വിവിധ ആശുപത്രികൾക്ക് കിട്ടാനുള്ളത് 1824.29 കോടി രൂപയാണ്. കുടിശ്ശിക ലഭിക്കാതെ ആയതോടെ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള നീക്കത്തിലാണ് ആശുപത്രികൾ. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായി ആരംഭിച്ച ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ 43 ലക്ഷം കുടുംബങ്ങളാണ് അംഗങ്ങളായുള്ളത്. നിതിൻ സേവ്യർ നൽകും വിശദാംശങ്ങൾ. നിതിൻ, നിർധനരായ കുടുംബങ്ങൾക്ക് വേണ്ടി ആരംഭിച്ചത് പദ്ധതി, അതിൽ പ്രതിവർഷം 5 ലക്ഷം വരെ കവറേജ് കിട്ടുന്ന രീതിയിലുള്ള പദ്ധതിയാണ് ഇത് ആസൂത്രണം ചെയ്തിരുന്നത്. 43 ലക്ഷം കുടുംബങ്ങളാണ് സംസ്ഥാനത്ത് ഇതിൽ ഭാഗമായിട്ടുള്ളത്. അവരെ അടക്കം ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഒരു കുടുംബത്തിന്, അംഗമായ വ്യക്തിക്കോ കുടുംബത്തിനോ 5 ലക്ഷം രൂപ വരെ ചികിത്സാ ആനുകൂല്യം ലഭിക്കുന്ന പദ്ധതിയായിരുന്നു ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ യോജന പദ്ധതി. പക്ഷേ ഇത് 2018 ആരംഭിച്ചപ്പോൾ 2019 ഏപ്രിൽ 1 മുതലാണ് കേരളത്തിൽ ആരംഭിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ഇത്രയും വർഷമായിട്ടും കേരളത്തിലെ ആശുപത്രികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കുടിശ്ശിക ലഭിക്കുന്നില്ല എന്നതാണ് അവരുടെ പരാതി. കേന്ദ്ര വിഹിതം കൃത്യമായി ലഭിക്കുന്നുണ്ട്, പക്ഷേ സംസ്ഥാന വിഹിതം ലഭിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. 5237.24 കോടി രൂപ കേന്ദ്ര വിഹിതം കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന വിഹിതമായി ഇതുവരെ ലഭിക്കാനുള്ളത് 1824.29 കോടി രൂപയാണ്. ഈ പൈസ ലഭിച്ചില്ലെങ്കിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാവില്ല എന്നാണ് പറയുന്നത്. ഈ പദ്ധതി കുടിശ്ശിക ലഭിക്കാതായതോടെ പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്നാണ് ഭൂരിഭാഗം ആശുപത്രികളും ഈ പറയുന്നത്. നേരത്തെ MB PM JYA KSP എന്ന പേരിൽ കേരളത്തിൽ ഈ പദ്ധതി 2022 വിപുലമായി ആവിഷ്കരിച്ചിരുന്നു. ഈ പദ്ധതി കേന്ദ്ര സംസ്ഥാന വിഹിതം കൃത്യമായി ലഭിക്കുമെന്നായിരുന്നു ആശുപത്രികളോട് പറഞ്ഞിരുന്നത്. കേന്ദ്ര വിഹിതം കൃത്യമായി ലഭിക്കുന്നുണ്ട്, പക്ഷേ സംസ്ഥാന വിഹിതം ലഭിക്കുന്നില്ല. അത് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് ആശുപത്രികൾ പറയുന്നു. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കാലങ്ങളിൽ വിവിധ രോഗികൾക്ക്, വിവിധ ആളുകൾക്ക് ചികിത്സയുടെ പേരിൽ വലിയ ആനുകൂല്യങ്ങൾ ആശുപത്രിയിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ കോടികളുടെ ഒരു കുടിശ്ശിക അവർക്ക് ലഭിക്കാനുണ്ട്. ആ കുടിശ്ശിക ലഭിക്കാതെ വന്നാൽ ആശുപത്രിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഈ പദ്ധതിയുമായി തുടർന്ന് സഹകരിച്ചു പോകാനാവില്ല എന്നാണ് പറയുന്നത്. കാരണം 1824 കോടി രൂപയോളം കുടിശ്ശിക ലഭിക്കാനുള്ള സാഹചര്യത്തിൽ ഇനിയും ഈ പദ്ധതിയുമായി തുടർന്ന് പോയാൽ, സംസ്ഥാന വിഹിതം ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ളൊരു പ്രശ്നത്തിലേക്ക് പോകുമെന്ന് ആശുപത്രി അധികൃതർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ കൃത്യമായി ഒരു വിവരം അവർ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഇനി ഈ പദ്ധതിയുമായി തുടർന്ന് പോകാനാവില്ല, കുടിശ്ശിക ലഭിച്ചില്ലെങ്കിൽ തുടർന്ന് പോകാനാവില്ല എന്ന കാര്യം അവർ കൃത്യമായി സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. നിതിൻ സേവ്യറാണ് വിശദാംശങ്ങൾ നൽകിയത്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയിലാണ് സംസ്ഥാനത്തെ ആശുപത്രികൾക്ക് കോടികളുടെ കുടിശ്ശിക ഉണ്ട് എന്നുള്ളതാണ് പ്രതിസന്ധിയിലാക്കുന്നത്. 1824 കോടി രൂപയാണ് ഇതിനോടകം കിട്ടാനുള്ളത്. 43 ലക്ഷം കുടുംബങ്ങളാണ് ഈ പദ്ധതിയെ ആശ്രയിക്കുന്നത് എന്നുള്ളതാണ്.